ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 5 നന്നായി വളരാൻ. കൂട്ടുകാരെ, നമുക്ക് കാക്കയെ പറ്റിച്ച കുറുക്കന്റെ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു മരക്കൊമ്പിൽ ഒരു വലിയ നെയ്യപ്പവും കൊത്തിക്കൊണ്ട് ഒരു കാക്ക ഇരിക്കുന്നത് കുറുക്കൻ കണ്ടു. ആ നെയ്യപ്പം കണ്ടപ്പോൾ കുറുക്കന് വല്ലാതെ കൊതി തോന്നി. എങ്ങനെയെങ്കിലും ആ നെയ്യപ്പം കൈക്കലാക്കണം. എന്തുണ്ട് മാർഗം? കുറുക്കൻ ആലോചിച്ചു. അവനൊരു ബുദ്ധി തോന്നി. കുറുക്കൻ കാക്കയോട് പറഞ്ഞു, സുഹൃത്തേ, നിന്നെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നിന്റെ പാട്ടൊന്ന് കേൾക്കാൻ കൊതിയാവുന്നു. ഒന്ന് പാടൂ. എനിക്ക് നിന്റെ പാട്ട് കേൾക്കാതെ ഇരിപ്പുറയ്ക്കുന്നില്ല. ഇതു കേട്ട കാക്ക മറ്റൊന്നും ആലോചിക്കാതെ വേഗം പാടാനായി വാ തുറന്നു. ഗാനാലാപനം തുടങ്ങി. കാ കാ. തന്റെ കൊക്കിൽ നെയ്യപ്പം ഇരുന്ന കാര്യം കാക്ക അല്പനേരത്തേക്ക് മറന്നുപോയിരുന്നു. നെയ്യപ്പം ദാ താഴെ. നെയ്യപ്പം താഴെ വീണത് കണ്ട കുറുക്കൻ ഓടിച്ചെന്ന് ആ നെയ്യപ്പവും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം. കാക്ക നാണിച്ചു തലയും താഴ്ത്തി അവിടെ ഇരുന്നു. കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? വിവിധ തരം പലഹാരങ്ങൾ. പലഹാര കച്ചവടക്കാരനായിരുന്നു ഗണേശൻ. കടയിൽ വിൽക്കാനായി ഗണേശൻ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി. പല നിറത്തിൽ, പല രൂപത്തിൽ, പല സ്വാദിൽ. എങ്ങനെയുള്ള പലഹാരങ്ങളാണ് ഉണ്ടാക്കിയത്? പല നിറത്തിൽ, പല രൂപത്തിൽ, പല സ്വാദിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി. എന്തിനാണ് പലഹാരങ്ങൾ ഉണ്ടാക്കിയത്? കടയിൽ വിൽക്കാനായിട്ടാണ്. പലഹാര കച്ചവടക്കാരനാണ് ഗണേശൻ. ഈ ചിത്രം ഒന്ന് നോക്കൂ. ഗണേശൻ എന്തു ചെയ്യുകയാണ്? പലഹാരങ്ങൾ ഭരണിയിലാക്കുന്നു. പലഹാരങ്ങൾ ഭരണിയിലാക്കുന്ന ധൃതിയിലായിരുന്നു ഗണേശൻ. ഗണേശൻ ജിലേബിയും ലഡുവും ഉണ്ടാക്കി ഭരണിയിൽ എടുത്തു വച്ചു. അത് അവിടെ നിന്ന് ആരാണ് കാണുന്നത്? മരക്കൊമ്പിൽ ഒരു കാക്ക ഇരിപ്പുണ്ടല്ലേ. ഗണേശൻ ധൃതിയിൽ പലഹാരങ്ങൾ എടുത്തു വെക്കുന്നത് മരക്കൊമ്പിലിരുന്ന് ഒരു കാക്ക കണ്ടു. ഈ ചിത്രം ഒന്ന് നോക്കൂ. ഭരണിയുടെ പുറത്തുള്ള പലഹാരങ്ങൾ എന്താവും പറയുന്നത്? നമുക്ക് ഭരണിയിൽ കയറേണ്ട, നാടു കാണാൻ ഇറങ്ങാം. എന്താണ് പറഞ്ഞത്? നമുക്ക് ഭരണിയിൽ കയറേണ്ട, നാടു കാണാൻ ഇറങ്ങാം. ജിലേബിയും ലഡുവും നാടു കാണാൻ ഇറങ്ങി. എന്നിട്ട് അവർക്ക് എന്താണ് സംഭവിച്ചത്? നോക്കൂ. ഗണേശൻ കാണാതെ അവർ പുറത്തിറങ്ങി ഗമയിൽ നടന്നു. പെട്ടെന്ന് ഒരു കാർ വന്നു. ചെളിവെള്ളം തെറിപ്പിച്ചു. അയ്യോ, ശരീരം മുഴുവൻ ചെളി. എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഒരു കാർ വന്ന് ചെളിവെള്ളം തെറിപ്പിച്ചു. ആകെ ചെളിയിൽ കുളിച്ചു. എന്നിട്ടോ? ഇനി റോഡിൽ നിൽക്കേണ്ട. ഈച്ചകൾ മൂളിപ്പറന്നു വന്നു. പോയീച്ചേ, അഴുക്കുപുരണ്ട ജിലേബിയെയും ലഡുവിനെയും
ഈച്ചകൾ പൊതിഞ്ഞു. വേഗം തിരിച്ചു പോകാം. ശരി ശരി, ജിലേബി സമ്മതിച്ചു. അവർ തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോഴോ ഇങ്ങോട്ട് കയറേണ്ട. അവരെ മറ്റു പലഹാരങ്ങൾ അടുപ്പിച്ചില്ല. എന്തായിരിക്കാം കാരണം? മറ്റു പലഹാരങ്ങൾ എന്താണ് പറഞ്ഞത്? ഇതെന്തു വേഷം? ഇങ്ങോട്ട് കയറേണ്ട, മറ്റു പലഹാരങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അവിടേക്ക് ആരാണ് വന്നത്? മധുരിമ കടയിലെത്തി. അഴുക്കു പുരണ്ട ലഡുവും ജിലേബിയും മാറ്റിവച്ചു. ആരാണ് കടയിലെത്തിയത്? ഗണേശന്റെ മകൾ മധുരിമ കടയിലെത്തി. ചെളി പുരണ്ട പലഹാരങ്ങളെ ഒറ്റയേറ്. പുതും നിലത്തു വീണതും കാക്ക പലഹാരങ്ങൾ കൊത്തി പറന്നു. മധുരിമ കടയിലെത്തി. അഴുക്കു പുരണ്ട ലഡുവും ജിലേബിയും മാറ്റിവച്ചു. നന്നായി മോളെ, വൃത്തികേടായ ആഹാരം കഴിച്ചാൽ അസുഖം വരും. നന്നായി മോളെ, വൃത്തികേടായ ആഹാരം കഴിച്ചാൽ അസുഖം വരും, സുധ പറഞ്ഞു. മധുരിമ ജിലേബിയും ലഡുവും കുഴിയിലേക്കെറിഞ്ഞു. തക്കം പാർത്തിരുന്ന കാക്ക ലഡുവും കൊത്തിപ്പറന്നു. പറയാമോ, ലഡുവിനോടും ജിലേബിയോടും ഭരണിയിൽ കയറേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അഴുക്കു പുരണ്ടതുകൊണ്ട്. മറ്റു പലഹാരങ്ങൾ കൂടി വൃത്തികേടാവുന്നത് കൊണ്ടാണ് ലഡുവിനോടും ജിലേബിയോടും ഭരണിയിൽ കയറേണ്ട എന്ന് പറഞ്ഞത്. കണ്ടെത്താം. താഴെയുള്ള വാക്കുകൾ പാഠത്തിൽ എവിടെയാണെന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കൂ. പുരണ്ട. പുരണ്ട എന്നുള്ള വാക്ക് എവിടെയാണ്? അഴുക്കു പുരണ്ട. പുരണ്ട എന്ന വാക്കിന് നേരെ വട്ടം വരയ്ക്കുക. ജിലേബി. ജിലേബി എന്ന വാക്ക് കണ്ടെത്തി വട്ടം വരയ്ക്കൂ. വൃത്തികേടായ. വൃത്തികേടായ ആഹാരം. വൃത്തികേടായ എന്നുള്ളതിന് വട്ടം വരയ്ക്കാം. ധൃതിയിലായിരുന്നു. അതെവിടെയാണ്? ഗണേശൻ പലഹാരങ്ങൾ ഭരണിയിലാക്കുന്ന ധൃതിയിലായിരുന്നു. വട്ടം വരയ്ക്കാം. ഈച്ചകൾ. ഈച്ചകൾ എവിടെയാണ്? ഈച്ചകൾ പൊതിഞ്ഞു. അഴുക്കു പുരണ്ട ജിലേബിയെയും ലഡുവിനെയും ഈച്ചകൾ പൊതിഞ്ഞു. അസുഖം. വൃത്തികേടായ ആഹാരം കഴിച്ചാൽ അസുഖം വരും. സുധ. സുധ പറഞ്ഞു. മധുരിമ. ലഡു. ഈ വാക്കുകളെല്ലാം കണ്ടെത്തി വട്ടം വരയ്ക്കണം. പാടാം, രസിക്കാം. പലഹാര വിശേഷം. മാനത്തമ്പിളി വട്ടത്തിൽ പത്തിരി, ദോശ, ചപ്പാത്തി, പന്തുകണക്കെ കൊഴുക്കട്ട, പച്ചയുടുപ്പിട്ടിലയടയും, ഇഡലി, പുട്ട്, നൂലപ്പം, മധുരം കിനിയും നെയ്യപ്പം, പല രൂപത്തിൽ പല വേഷത്തിൽ പലഹാരങ്ങൾ നിരനിരയായി. വട്ടത്തിലുള്ളത് ആരെല്ലാമാണ്? ദോശ, ചപ്പാത്തി, പത്തിരി. പത്തിരി, ദോശ, ചപ്പാത്തിയാണ് മാനത്തെ അമ്പിളിയുടെ പോലെ വട്ടത്തിലുള്ളത്. പന്തുകണക്കെയുള്ളതോ? കൊഴുക്കട്ട. എരിവുള്ളവരാരൊക്കെയാണ്? എരിവുള്ള ഉള്ളിവട, എരിവുള്ള പരിപ്പുവട, എരിവുള്ള പക്കാവട. അഭിനയിക്കാം. പച്ചപ്പുളി കടിച്ചു തിന്നുന്നു. പച്ചപ്പുളി കടിച്ചു തിന്നാൽ എങ്ങനെയായിരിക്കും? ആഹാരം കഴിക്കുന്നതിനിടയിൽ മുളക് കടിച്ചാലോ എങ്ങനെയിരിക്കും? ഐസ് കട്ട കയ്യിലെടുത്താലോ? ചൂടുള്ള ചായ കുടിച്ചാലോ?
കൂട്ടുകാർ അഭിനയിച്ചു നോക്കൂ. ചൊല്ലി രസിക്കാം. പത്തിരി ചുട്ടു പാത്തുമ്മ, പതുങ്ങിയെത്തി പൂച്ചമ്മ. പത്തിരി ചുട്ടു പാത്തുമ്മ, പതുങ്ങിയെത്തി പൂച്ചമ്മ. എന്നിട്ടോ? പത്തിരി തിന്നു പൂച്ചമ്മ, തല്ലുകൊടുത്തു പാത്തുമ്മ. പത്തിരി തിന്നു പൂച്ചമ്മ, തല്ലുകൊടുത്തു പാത്തുമ്മ. ഓടിപ്പോയി പൂച്ചമ്മ, പത്തിരി മൂടി പാത്തുമ്മ. ഓടിപ്പോയി പൂച്ചമ്മ, പത്തിരി മൂടി പാത്തുമ്മ. പൂച്ചയെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്. വീട്ടിൽ വളർത്തുന്ന ജീവികൾ എന്തെല്ലാമാണ് കഴിക്കാറുള്ളത്? ഇറച്ചിയും മീനും പാലുമെല്ലാം കഴിക്കാറുണ്ട്. പലഹാര വണ്ടി. ഇന്ന് സ്കൂളിന് അവധിയാണ്. പലഹാരങ്ങൾ പാത്രത്തിലാക്കാൻ മധുരിമയും സഹായിച്ചു. ഗണേശൻ പലഹാരപാത്രങ്ങൾ വണ്ടിയിൽ വച്ചു. ഗണേശന്റെ പലഹാര വണ്ടി പുറപ്പെട്ടു. ഇടവഴിയും റോഡും കടന്ന് അങ്ങാടിയിലെത്തി. നിം 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 വണ്ടി വേഗത്തിൽ നീങ്ങി. ഔസേപ്പിന്റെയും സുഗുണന്റെയും കടകളിൽ പലഹാരങ്ങൾ കൊടുത്തു. അപ്പോഴേക്കും നേരം ഉച്ചയായി. എന്തിനായിരുന്നു ഗണേശൻ പലഹാരങ്ങൾ ഭരണിയിലാക്കിയത്? കടയിൽ കൊടുക്കുന്നതിനായാണ് ഗണേശൻ പലഹാരങ്ങൾ ഭരണിയിലാക്കിയത്. ആരൊക്കെയാണ് സഹായിച്ചത്? മധുരിമ സഹായിച്ചു. പലഹാരങ്ങൾ എങ്ങനെയാണ് കടകളിൽ കൊണ്ടുപോയത്? വണ്ടിയിലാണല്ലേ. വണ്ടി എങ്ങനെയാണ് വേഗത്തിൽ നീങ്ങിയത്? നിം 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 വണ്ടി വേഗത്തിൽ നീങ്ങി. ആരുടെയെല്ലാം കടകളിലാണ് പലഹാരങ്ങൾ കൊടുത്തത്? ഔസേപ്പിന്റെയും സുഗുണന്റെയും കടകളിൽ. ഗ വരുന്ന വാക്കുകൾ കണ്ടെത്തുക. ഏതെല്ലാമാണ്? ഗണേശൻ, വേഗത്തിൽ, സുഗുണൻ. നേരം ഉച്ചയായപ്പോൾ ഗണേശൻ എങ്ങോട്ടാണ് പോയത്? ചിത്രം നോക്കൂ. വിശന്നിട്ടു വയ്യ, ഊണു കഴിക്കണം. ഔതച്ചേട്ടന്റെ ഹോട്ടലിൽ കയറാം. എവിടേക്കാണ് ഗണേശൻ പോയത്? ഔതച്ചേട്ടന്റെ ഹോട്ടലിലേക്ക്. ഹോട്ടലിന്റെ പേരെന്താണ്? ഹോട്ടൽ ഡയാന. ഹോട്ടൽ ഡയാന. ഗണേശൻ കൈ കഴുകി വന്നു. ഇലയിട്ടു. ഊണു വിളമ്പി. തുമ്പപ്പൂ പോലുള്ള ചോറ്, സാമ്പാർ, അവിയൽ, ഓലൻ, ഉപ്പേരി, അച്ചാർ, പപ്പടം എന്നിങ്ങനെ വിഭവങ്ങൾ ഓരോന്നായി വിളമ്പി. ഇറച്ചിയോ മീനോ വേണോ? ഔതച്ചേട്ടൻ ചോദിച്ചു. മീൻ മതി, ഗണേശൻ പറഞ്ഞു. ഗണേശൻ കഴിച്ചത് എന്തൊക്കെയാണ്? ചോറ്, സാമ്പാർ, അവിയൽ, ഓലൻ, ഉപ്പേരി, അച്ചാർ, പപ്പടം, മീൻ. വൈകുന്നേരമായി. പലഹാരങ്ങൾ വിറ്റ് ഗണേശൻ വീട്ടിലേക്ക് തിരിച്ചു. പച്ചക്കറി കടയിൽ നിന്ന് ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പിന്നെ എന്തെല്ലാം വാങ്ങിയിട്ടുണ്ടാവും? തക്കാളി, വെണ്ടയ്ക്ക, പയർ, പാവയ്ക്ക, വഴുതനങ്ങ വാങ്ങി. പച്ചക്കറി കടയിൽ നിന്ന് എന്തെല്ലാമാണ് വാങ്ങിയത്? ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, തക്കാളി, വെണ്ടയ്ക്ക, പയർ, പാവയ്ക്ക, വഴുതനങ്ങ വാങ്ങി. പിന്നെ ഗണേശൻ എവിടേക്കാണ് പോയത്? പലചരക്കു കടയിലേക്കാണ്. ശശിയുടെ പലചരക്കു കട. കടയിൽ എന്തൊക്കെയാണുള്ളത്? പലചരക്കു സാധനങ്ങളെല്ലാം ഉണ്ട്. മുട്ട, ആപ്പിൾ, മുന്തിരി, നാരങ്ങ, പപ്പായ, മാങ്ങ എന്നിവയുണ്ട്.
പാലുൽപ്പന്നങ്ങളുണ്ട്. ശശിയുടെ കടയിൽ നിന്ന് മുട്ടയും പാലും മുന്തിരിയും വാങ്ങണം. എന്തൊക്കെയാണ് വാങ്ങേണ്ടത്? മുട്ടയും പാലും മുന്തിരിയും വാങ്ങണം. പാലും മുട്ടയും വാങ്ങി. ആപ്പിളും മുന്തിരിയും വാങ്ങി. മാങ്ങയും നാരങ്ങയും വാങ്ങി. എന്തെല്ലാമാണ്? പാലും മുട്ടയും വാങ്ങി. ആപ്പിളും മുന്തിരിയും വാങ്ങി. മാങ്ങയും നാരങ്ങയും വാങ്ങി. ഗണേശൻ വീട്ടിലേക്ക് പോയി. അച്ഛൻ വന്നു. മധുരിമ ഓടിച്ചെന്ന് പൊതികൾ വാങ്ങി. ഹായ് മുന്തിരി, നല്ലവണ്ണം കഴുകണേ, ഗണേശൻ പറഞ്ഞു. പഴങ്ങളും പച്ചക്കറികളും കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അച്ഛൻ മധുരിമയോട് എന്താണ് പറഞ്ഞത്? മുന്തിരി എടുത്തപ്പോൾ പറഞ്ഞു, നല്ലവണ്ണം കഴുകണേ. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? പച്ചക്കറിയിലും പഴവർഗ്ഗങ്ങളിലും കീടനാശിനികളും അഴുക്കും ഉണ്ടാവും. അത് നമ്മുടെ ആരോഗ്യത്തിനു നല്ലതല്ല. അഴുക്കും കീടനാശിനിയും ഉള്ളതുകൊണ്ടാണ് നന്നായി കഴുകി ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഒന്നിച്ചു പാടാം. അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയുമെല്ലാം എല്ലാം നമ്മൾക്കാവശ്യം, നന്നായി വളരാൻ എന്നെന്നും. നമുക്ക് നന്നായി വളരാൻ എന്തെല്ലാമാണ് ആവശ്യമുള്ളത്? അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയുമെല്ലാം എല്ലാം നമ്മൾക്കാവശ്യം, നന്നായി വളരാൻ എന്നെന്നും. നാം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നന്നായി വളരാൻ. നന്നായി വളരാൻ വേറെ എന്തെല്ലാം കൂടി വേണം? നല്ല ശീലങ്ങൾ കൂടി വേണം. എന്തെല്ലാമാണ് നല്ല ശീലങ്ങൾ? നോക്കൂ, എന്റെ ശീലങ്ങൾ. മുഖം വരച്ചു ചേർക്കാം. നിങ്ങൾ ചെയ്യുന്നതിന് ചിരിക്കുന്ന മുഖം വരച്ചു ചേർക്കാം. ചെയ്യാത്തതിന് കരയുന്ന മുഖം വരയ്ക്കാം. നന്നായി ഉറങ്ങും. ചെയ്യാറുണ്ടോ? ഉണ്ട്. ചിരിക്കുന്ന മുഖം വരയ്ക്കാം. രാവിലെ നേരത്തെ ഉണരും. എല്ലാവരും രാവിലെ നേരത്തെ ഉണരാറുണ്ടോ? ഉണരുന്നവരാണെങ്കിൽ ചിരിക്കുന്ന മുഖം വരയ്ക്കാം. അല്ലാത്തവരാണെങ്കിലോ കരയുന്ന മുഖം വരയ്ക്കാം. ദിവസവും പല്ലു തേക്കും. എല്ലാ ദിവസവും പല്ലു തേക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ചിരിക്കുന്ന മുഖം വരയ്ക്കാം. നഖം വെട്ടാറുണ്ടോ? എന്നും കുളിക്കാറുണ്ടോ? വൃത്തിയുള്ള വസ്ത്രം ധരിക്കാറുണ്ടോ? കക്കൂസിൽ പോയ ശേഷം സോപ്പിട്ട് കൈ കഴുകാറുണ്ടോ? ആഹാരത്തിന് മുൻപും ശേഷവും കൈ കഴുകാറുണ്ടോ? ഉണ്ടെങ്കിൽ ചിരിക്കുന്ന മുഖം വരയ്ക്കാം. ഇല്ലെങ്കിൽ കരയുന്ന മുഖം വരയ്ക്കാം. അധിക നേരം തുറന്നു വച്ച ആഹാരം കഴിക്കില്ല. കഴിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ചിരിക്കുന്ന മുഖം വരയ്ക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കൂ. ബേക്കറി പലഹാരങ്ങൾ അമിതമായി കഴിക്കാറില്ല. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കും. പഴകിയ ആഹാരം കഴിക്കാറില്ല. ആഹാരം ചവച്ചരച്ചേ കഴിക്കാറുള്ളൂ. ആഹാരം പാഴാക്കാറില്ല. കൂട്ടുകാർ ചെയ്യുന്ന കാര്യത്തിന് ചിരിക്കുന്ന മുഖവും ചെയ്യാത്ത കാര്യത്തിന് കരയുന്ന മുഖവും വരച്ചു ചേർക്കുക. നേരത്തെ ഉറങ്ങുക, പല്ലു തേക്കുക, കുളിക്കുക തുടങ്ങി ഒരുപാട് ശീലങ്ങൾ നാം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നാം ആഹാരശീലങ്ങളും പാലിക്കേണ്ടതുണ്ട്. ആഹാരശീലങ്ങൾ ഏതൊക്കെയാണ്? നല്ല ആഹാരശീലങ്ങൾ ഏതെല്ലാമാണ്? മധുരിമ സ്കൂളിലെ ബോർഡിൽ നല്ല ആഹാരശീലങ്ങൾ എഴുതി. എന്തെല്ലാം എഴുതിയിരിക്കും? ആരോഗ്യത്തിന് നല്ല ആഹാരശീലങ്ങൾ: കൈ കഴുകി
ആഹാരം കഴിക്കണം. കൈ കഴുകി ആഹാരം കഴിക്കണം. പഴകിയ ആഹാരം കഴിക്കരുത്. പഴകിയ ആഹാരം കഴിക്കരുത്. ഭക്ഷണം പാഴാക്കരുത്. ഭക്ഷണം പാഴാക്കരുത്. പദങ്ങൾ കണ്ടെത്തി എഴുതാം. താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ എടുത്തെഴുതുക. ആദ്യത്തെ അക്ഷരം ഏതാണ് തന്നിരിക്കുന്നത്? ഈ ആണ്. ഈ ചേർന്ന് വരുന്ന പദങ്ങൾ ഏതെല്ലാമാണ്? ഇടിയപ്പം, ഇല. ഇടിയപ്പം, ഇല. ഈ ചേർന്ന് വരുന്ന പദം ഏതാണ്? ഈർക്കിൽ, ഈണം, ഈച്ച. ഔ ചേർന്ന് വരുന്ന പദങ്ങൾ ഏതെല്ലാമാണ്? ഔഷധം, ഔസേപ്പ്. ഗ ചേർന്ന് വരുന്നതോ? ഗരുഡൻ, രോഗം. ഘ ചേർന്ന് വരുന്നതോ? സുഖം, മുഖം. ഡ ചേർന്ന് വരുന്നത്? ഡപ്പി, ഗരുഡൻ, ഡയറി. ധ ചേർന്ന് വരുന്നതോ? രാധ, മധുരം, ഔഷധം. ശ ചേർന്ന് വരുന്നത്? പശു, മേശ. ഏതെല്ലാം അപ്പങ്ങൾ? തന്നിരിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് ഏതെല്ലാം അപ്പങ്ങളുടെ പേരെഴുതാം? ഒന്നവിടെ തന്നിട്ടുണ്ട്. നെയ്യപ്പം. നെയ്യപ്പം. പിന്നെയോ? വെള്ളപ്പം, നൂലപ്പം, പാലപ്പം, ഇടിയപ്പം, വട്ടയപ്പം. നെയ്യപ്പം ചുട്ടു, നെയ്യപ്പം തിന്നു. പാലപ്പം ചുട്ടു, പാലപ്പം തിന്നു. ഇടിയപ്പം ചുട്ടു, ഇടിയപ്പം തിന്നു. ചിത്രത്തിന്റെ പേര് ചേർത്ത് പൂർത്തിയാക്കൂ. നോക്കൂ, ഏതാണ് ആദ്യത്തെ ചിത്രം? ഇല. ഇല എന്നെഴുതാം. ഇലയിൽ. അടുത്തതേതാണ്? ഈച്ച. ഈച്ച എന്നെഴുതാം. ഇലയിൽ ഈച്ച ഇരുന്നു. ഇലയിൽ ഈച്ച ഇരുന്നു. അടുത്തതേതാണ്? ഈച്ച. ഈച്ച എന്നെഴുതാം. ഈച്ച പറന്നു. അടുത്തതോ? ലഡു. ലഡുവിൽ എത്തി. ഈച്ച പറന്നു, ലഡുവിൽ എത്തി. അഖില ലഡു തിന്നു. അവൾക്ക് അസുഖം വന്നു. അഖില ലഡു തിന്നു. അവൾക്ക് അസുഖം വന്നു. ഗുളിക കഴിച്ചു, രോഗം മാറി. ഗുളിക കഴിച്ചു, രോഗം മാറി. കഥ കേൾക്കാം. കേശുവിന് പറ്റിയ അമളി. കേശു വിശന്നു തളർന്നു. എന്തെങ്കിലും തിന്നണം. വഴിയരികിൽ അതാ ഒരു എല്ലിൻ കഷണം. അവൻ കൊതിയോടെ അതു കടിച്ചെടുത്തു. ഓടിയോടി തോട്ടിന്റെ കരയിൽ എത്തി. തോട്ടിന് അക്കരെ ഈറ്റക്കാടിനപ്പുറത്ത് ആളൊഴിഞ്ഞ ഒരു വീടുണ്ട്. അതിനു പിറകിലാണ് കേശുവിന്റെ വാസം. അവിടെ എത്തിയിട്ടു വേണം സമാധാനത്തോടെ എല്ല് തിന്നാൻ. തോട്ടിനു കുറുകെ ഒരു ഒറ്റത്തടി പാലമുണ്ട്. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ വെള്ളത്തിൽ വീണതു തന്നെ. കേശു പാലത്തിലൂടെ സാവധാനം നടന്നു. തോട്ടിലെ വെള്ളത്തിൽ അതാ മറ്റൊരു നായ. എല്ലിൻ കഷണം തട്ടിയെടുക്കാൻ വന്നതാവും. പേടിപ്പിച്ച് ഓടിക്കണം.
പിന്നെ ഒട്ടും താമസിച്ചില്ല. ബൗ ബൗ നായയെ നോക്കി കേശു കുരച്ചു. പുധും എല്ലിൻ കഷണം തോട്ടിൽ വീണു. ചങ്ങാതി തത്ത. തന്നിരിക്കുന്ന അക്ഷരങ്ങൾ കണ്ടില്ലേ? ഈ അക്ഷരങ്ങൾ വരുന്ന എത്ര പദങ്ങൾ നിങ്ങൾക്ക് എഴുതാം? എഴുതി നോക്കൂ. ഏതെല്ലാമാണ് അക്ഷരങ്ങൾ? ശ, ഇ, ഗ, ഔ, ഈ, യ, ഡ, ഇട്ട, ഘ, ധ, ഡ, ച. മേശ, പശു, കേശു, വിശന്നു. ഇല, ഇടിയപ്പം, ഇമ, ഇഞ്ചി. ഗരുഡൻ, രോഗം, ഗുളിക. ഔഷധം, ഔദാര്യം, ഔചിത്യം. ഈച്ച, ഈണം, ഈറ്റ. നെയ്യപ്പം, നെയ്യ്, കയ്യാല. ലഡ്ഡു, വട്ടയപ്പം, പട്ടം, കുട്ടി. മുഖം, സുഖം, നഖം, അസുഖം. രാധ, മധുരം, ഔഷധം, സമാധാനം. ഡപ്പി, ഡയറി, അച്ഛൻ. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.